വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നേ കക്കാർച്ചി കൊണ്ടൊരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കക്കാർച്ചി വാങ്ങാൻ വന്നതാണേ. ഞങ്ങളുടെ ഇവിടെ 200 രൂപയാണ് കിലോയ്ക്ക്. നിങ്ങളുടെ നാട്ടിൽ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരുമേ. കക്കാറച്ചിയിൽ വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട് വറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കഴിയുമ്പം നമുക്ക് കക്കാറച്ചി ഉലത്തിയെടുക്കാം. നമുക്കിന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാം, അതായത് കക്കാറച്ചി പുട്ട്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: വെളുത്തുള്ളി, ഇഞ്ചി, കുഞ്ഞുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, പിന്നെ നമ്മുടെ കറിവേപ്പില. പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അത് കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുവേ. അങ്ങനെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. ഓൾറെഡി നമ്മളിനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുരുമുളകും പെരുംജീരകവും പൊടിച്ചത്, പിന്നെ ഇച്ചിരി മീറ്റ് മസാല ഇടും. നമ്മുടെ കക്കാർച്ചി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ പൊടികൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ കരിയാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കക്കാർച്ചി എടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ പച്ച കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയേക്കാണ്. അതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ ലാസ്റ്റ് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കുവേ. അത് കഴിയുമ്പം കുറച്ച് ഗരം മസാല പൊടിച്ച് വെച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കും. കുറച്ച് തുറക്കുമ്പോൾ ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി അതിൻ്റെ എല്ലാം കൂടി പൊടിച്ച് വെച്ച് ശകലം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഇളക്കി കുറച്ച് നേരവും കൂടി ഒന്ന് തീയിൽ വെച്ച് നമുക്കൊന്നുകൂടി കറുപ്പിച്ചെടുക്കാം. ഇതാണ് കക്കാറച്ചിയുടെ ഫൈനൽ ലുക്ക്. ഇതുകൊണ്ട് നമുക്ക് പുട്ട് കക്കാറച്ചി ഉണ്ടാക്കാം. പുട്ടുണ്ടാക്കാൻ വേണ്ടി പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും വെള്ളം ഒഴിച്ച്, തേങ്ങയുണ്ട്,
പിന്നെ നമ്മുടെ കക്കയിറച്ചി ഫ്രൈ ചെയ്തു. ഞാനിത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ടുണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് തേങ്ങയും കക്കയിറച്ചിയും അരിപ്പൊടിയും ലെയറായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ട് വിസിൽ മാറ്റിയിട്ട് നമുക്ക് ആ പാത്രം വെച്ച് കൊടുക്കാം. കുറച്ചൊരു അരമണിക്കൂർ വേണ്ട എങ്കിലൊരു 10-20 മിനിറ്റ് നന്നായിട്ട് വെന്ത ശേഷം നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ കക്കയിറച്ചി പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. എല്ലാവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.